സാന്റിയാഗോ ബേണബ്യൂവിലെ ആകാശം വീണ്ടും ഇരുണ്ടിരിക്കുകയാണ്. ട്രോഫികളില്ലാത്ത രണ്ടാമത്തെ തുടർച്ചയായ സീസൺ. ടെമ്പറാഡോ എൻ ബ്ലാങ്കോ എന്ന് അവർ വിളിക്കുന്ന അപമാനം. പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസ് ഇതോടെ ഒരു വലിയ തീരുമാനത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് പുതിയ വാർത്തകൾ. പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റുകളായ ഡേവിഡ് ഓൺസ്റ്റീനും ഫാബ്രിസിയോ റൊമാനോയും അത് സ്ഥിരീകരിക്കുന്നു. യെസ്, റയൽ മാഡ്രിഡ് തങ്ങളുടെ പടനായകനെ തിരികെ വിളിക്കുന്നു, ഹോസെ മൊറീഞ്ഞോ. അതെ, ബെനഫിക്കയിൽ നിന്ന് ദ സ്പെഷ്യൽ വൺ വീണ്ടും മാഡ്രിഡിലേക്ക് വരുന്നു എന്ന വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ട്. BBC-യും ന്യൂയോർക്ക് ടൈംസുമെല്ലാം അത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അർബലോവയെ പെരസ് കൈവിടുന്നത്? ഉത്തരം ലളിതമാണ്. ജനുവരിയിൽ ഷാബി അലോൺസോക്ക് പകരക്കാരനായി എത്തിയ അർബലോവയുടെ വിന്നിംഗ് പെർസെൻറ്റേജ് വെറും 64% കുറഞ്ഞിരിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ബയേൺ മ്യൂണിക്കിനോട് തോറ്റ് ക്വാർട്ടറിൽ പുറത്തായതും ലാലിഗയിൽ ബാഴ്സലോണയേക്കാൾ 11 പോയിന്റ് പിന്നിലായതും ക്ലബിന് വല്ലാത്ത അപമാനമുണ്ടാക്കിയിട്ടുണ്ട്. റയലിനെ നയിക്കാൻ ഒരു ചെറുപ്പക്കാരൻ പോരെന്നും നക്ഷത്രങ്ങൾ നിറഞ്ഞ ഡ്രസ്സിംഗ് റൂമിനെ ഭരിക്കാൻ മൗറീഞ്ഞോ പോലൊരു ഫിഗർ തന്നെ വേണമെന്നും പെരസ് തീരുമാനിച്ചുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മൗറീഞ്ഞോയുടെ ബെനഫിക്ക കരാറിൽ വെറും 3 മില്യൺ മുതൽ 6 മില്യൺ യൂറോ വരെയുള്ള ഒരു ബ്രേക്ക് ക്ലോസ് ഉണ്ട്. സീസൺ അവസാനിക്കുന്നതിന് 10 ദിവസം മുമ്പ് ഇത് ആക്ടിവേറ്റ് ചെയ്യാം. മൗറീഞ്ഞോക്ക് മാഡ്രിഡിലേക്ക് വരാൻ അതിയായ താല്പര്യമുണ്ടെന്ന് റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നു. എംബാപ്പെ ഉൾപ്പെടെയുള്ള താരങ്ങൾക്ക് മൗറീഞ്ഞോയുടെ ശിക്ഷണത്തിൽ കളിക്കാൻ താല്പര്യമുണ്ടെന്ന വാർത്തകളും കേൾക്കുന്നുണ്ട്. ഹോസെ മൊറീഞ്ഞോ എന്ന ദ സ്പെഷ്യൽ വൺ ഇന്നും ഫുട്ബോളിൽ പ്രസക്തനാണോ? ആധുനിക ഫുട്ബോളിൻ്റെ വേഗതയ്ക്ക് മുന്നിൽ മൗറീഞ്ഞോയുടെ പ്രതിരോധ തന്ത്രങ്ങൾ തോറ്റുപോകുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷേ ഏത് ടീമിനെയും മറിച്ചിടാനുള്ള കെൽപ്പ് തനിക്ക് ഇപ്പോഴുമുണ്ടെന്ന് മൗറീഞ്ഞോ തെളിയിച്ചതാണ്. ഈ സീസണിൽ റയൽ തന്നെ അത് കണ്ടതുമാണ്. തുടർച്ചയായ 10 മത്സരങ്ങളിൽ ഗോൾ കൺസീഡ് ചെയ്ത് നിൽക്കുന്ന റയൽ ഡിഫൻസിനെ നേരെയാക്കാൻ മൗറീഞ്ഞോ പോലെ ഒരു ഡിസിപ്ലിനേറിയൻ തന്നെ വേണമെന്നാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഈ ഫെബ്രുവരിയിൽ റയൽ ബെൻഫിക്ക മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിനെതിരായ വംശീയ അധിക്ഷേപത്തിനെ പരോക്ഷമായി പിന്തുണച്ച മൗറീഞ്ഞോ വലിയ വിമർശനം നേരിട്ടിരുന്നു. വിനീഷ്യസിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള മൗറീഞ്ഞോയുടെ പ്രതികരണം അന്ന് പലരാലും ചോദ്യം ചെയ്യപ്പെട്ടു. ബെൻഫിക്കയുടെ ജിയാൻ ലൂക്ക പ്രസ്റ്റിയാനിക്ക് 6 മത്സരങ്ങളിൽ വിലക്ക് ലഭിച്ച സംഭവത്തിൽ മൗറീഞ്ഞോ എടുത്ത നിലപാട് മാഡ്രിഡ് ആരാധകർക്കിടയിൽ സംസാര വിഷയമാണ്. ഇത് ഡ്രസ്സിംഗ് റൂമിൽ വിള്ളലുണ്ടാക്കുമോ എന്നതാണ് ചോദ്യം. എങ്കിലും ഹോസെ മൊറീഞ്ഞോ റയൽ ആരാധകർക്ക് അറിയാത്ത ആളൊന്നുമല്ല. 2010 മുതൽ 2013 വരെ മൗറീഞ്ഞോ മാഡ്രിഡിനെ ഭരിച്ച 3 വർഷങ്ങൾ എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. പെപ് ഗാർഡിയോളയുടെ കറ്റാലൻ റവല്യൂഷനിൽ മുങ്ങിപ്പോയ മാഡ്രിഡുകാരെ എണീറ്റു നിൽക്കാൻ പഠിപ്പിച്ചതെന്ന് മൗറീഞ്ഞോയാണ്. പെപ്പും മൗറീഞ്ഞോയും തമ്മിലുള്ള കൊണ്ടും കൊടുത്തുമുള്ള പോരാട്ടങ്ങൾ സ്പെയിനിലെ മൈതാനങ്ങളെ ഒരു യുദ്ധകളമാക്കി. എന്നാൽ ഇഖേർ കസിയാസുമായുള്ള തർക്കങ്ങളും വിവാദങ്ങളും അദ്ദേഹത്തിനന്ന് ചില ശത്രുക്കളെയും ഉണ്ടാക്കിയിരുന്നു. പ്രതിസന്ധികളിൽ മാഡ്രിഡ് കൾച്ചർ അറിയുന്ന മാനേജർമാരെ വീണ്ടും നിയമിക്കുന്നത് ബേണബ്യൂവിൽ പതിവാണ്. 2019 സിനദിൻ സിദാനും 2021 കാർലോ അഞ്ചലോട്ടിയും ഇത്തരത്തിൽ തിരിച്ചെത്തിയവരാണ്. റഫ ബെനിറ്റസ്, യുലൻ ലോപെറ്റഗി, ഷാബി അലോൺസോ, അർബലോവ എന്നിവരും മുമ്പ് താരങ്ങളെയോ കോച്ചുമാരായോ മാഡ്രിഡുമായി ബന്ധമുള്ളവരായിരുന്നു. എന്നാൽ മൗറീഞ്ഞോ എന്ന ഒറ്റപ്പേരിലേക്ക് റയൽ എത്തിയെന്ന് വിശ്വസിക്കാൻ വയ്യ. ആരാധകർക്ക് അതിലേറെ താല്പര്യം യുർഗൻ ക്ലോപ്പിനോടാണ്. ക്ലോപ്പിനെ കിട്ടിയാൽ കൊള്ളാമെന്ന് പെരസും കരുതുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി റയൽ മാനേജ്മെൻറ്റ് ക്ലോപ്പിനെ ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും ക്ലോപ്പ് ഇതിനോട് അതുവരെയും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. റയലിൻ്റെ യുവനിര ക്ലോപ്പിൻ്റെ വേഗതയേറിയ കളിശൈലിക്ക് അനുയോജ്യരാണ്. എന്നാൽ ടീമിനെ സമയമെടുത്ത് സെറ്റാക്കിയെടുക്കുന്ന ക്ലോപ്പ് സ്റ്റൈലിന് കാത്തിരിക്കാനുള്ള ക്ഷമ റയലിനുണ്ടോ എന്നും അറിയണം. ഫ്രഞ്ച് പരിശീലകൻ ദിദിയർ ദശാംസാണ് കേൾക്കുന്ന മറ്റൊരു പേര്. ലോകകപ്പോടെ ഫ്രഞ്ച് കുപ്പായം അണിക്കുന്ന ദശാംസും റയലിനൊരു ഓപ്ഷൻ തന്നെയാണ്. കിലിയൻ എംബാപ്പെ, ഷുമേനി, കമവിംഗ തുടങ്ങിയ താരങ്ങളെ ഫ്രഞ്ച് ടീമിൽ ദശാംസ് മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതും ഒരു പോസിറ്റീവാണ്. മറ്റ് 2 പേരുകൾ മൗറിഷ്യോ പോച്ചറ്റിനോയും ഉനൈ എംറിയുമാണ്. പോച്ചറ്റിനോ ഇപ്പോൾ അമേരിക്കൻ ടീമിനെ മിനുക്കുന്ന തിരക്കിലാണ്. മികച്ച ഫലമുണ്ടാക്കി ഒരു യൂറോപ്യൻ കംബാക്ക് പോച്ചറ്റിനോയും ആഗ്രഹിക്കുന്നുണ്ട്. സ്പാനിഷ് ലീഗിലും പ്രീമിയർ ലീഗിലുമെല്ലാം പരിചയസമ്പത്തുള്ള പോച്ചറ്റിനോ 2 തവണ റയൽ പരിശീലകനാകുന്നതിന് അടുത്തെത്തിയിരുന്നു. ആസ്റ്റൺ വില്ലയെ പ്രീമിയർ ലീഗിലെ ടോപ്പ് ക്ലബ്ബാക്കി മാറ്റിയ ഉനൈ എംറി നിലവിൽ റയൽ പ്രസിഡന്റ് ഫ്ലോറന്റിനോ പെരസിന്റെ താൽപര്യ പട്ടികയിൽ മുൻനിരയിൽ തന്നെയുണ്ട്. സെവിയ, വിയാറയൽ എന്നീ ക്ലബ്ബുകൾക്കൊപ്പം ലാലിഗയിലും യൂറോപ്യൻ വേദികളിലും അദ്ദേഹം ഒരു പ്രൂവൻ ടാക്ടീഷ്യനാണ്. ഈ പട്ടികയിൽ ഇപ്പോൾ സർപ്രൈസായി കേൾക്കുന്ന മറ്റൊരു പേര് ലയണൽ സ്കലോണിയുടേതാണ്. വിവിധ മാധ്യമങ്ങൾ പെരസ് കോൺടാക്ട് ചെയ്തതായി പറയുന്നുണ്ടെങ്കിലും സ്കലോണിയുടെ റെസ്പോൺസ് ഇതുവരെയും അറിവായിട്ടില്ല. എന്തായാലും ബെറ്റിംഗ് ആപ്പുകളിൽ നിലവിൽ മൗറീഞ്ഞോ തന്നെയാണ് ഫേവറേറ്റ്. അതോ ഫുട്ബോൾ ലോകകപ്പിന് ശേഷം മറ്റു ട്വിസ്റ്റുകൾ സംഭവിക്കുമോ? നോക്കാം.